നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്തിരിക്കുന്നത് ഒരു പ്രത്യേകതയിലാണ് കേട്ടോ. ശ്രീലകത്ത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. നമ്മുടെ സത്സംഗത്തിൽ ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സത്സംഗത്തിൽ ഇരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ആ ശിവലിംഗത്തിന് പൂജ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. എങ്ങനെയാ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിച്ചാൽ, ഉണ്ണികൃഷ്ണൻ ഇന്ന് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അനേകം മഹാദേവന്റെ കഥകൾ കേട്ടിട്ടാണ് അത്ര യശോദമ്മയുടെ കൂടെ കിടന്നുറങ്ങാറുള്ളത്. അങ്ങനെ മഹാദേവനോടുള്ള ആരാധന കൊണ്ടാണ് അദ്ദേഹം ഇതുപോലൊരു ശിവലിംഗത്തിന് പൂജ ചെയ്യുന്ന രീതിയിൽ ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ സത്സംഗത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ശ്രീലകത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പ്രീഷൂട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ സത്സംഗ കൃഷ്ണനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. എന്തായാലും ആ ഉണ്ണികൃഷ്ണന്റെ പാദത്തിലും ആ മഹാദേവന്റെ പാദത്തിലും അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സത്സംഗം നമുക്ക് തുടങ്ങാം അല്ലേ. കൃഷ്ണപാദമനിശം ഹൃദിഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദിഭാവയാമി. വൈശാഖ മാസ ആചരണമൊക്കെ എല്ലാവരുടെ നന്നായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈശാഖത്തിലെ 4ാമത്തെ ദിവസമാണ്. ആരും അപ്ഡേറ്റ് ചെയ്ത് കാണാനില്ല നാമങ്ങളല്ലാതെ. ബാക്കിയെല്ലാം കൊണ്ടു നടത്താൻ സാധിക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കണേ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ആദിശങ്കരാചാര്യരുടെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം അല്ലേ. ഭാരതത്തില് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അദ്വൈത ആചാര്യനായിട്ടുള്ള ശങ്കരാചാര്യരുടെ ജന്മദേശം നമ്മുടെ ഈ ഒരു മലയാള നാടാണ് എന്ന് പറയുന്നതിൽ ഓരോരുത്തർക്കും അഭിമാനിക്കാം അല്ലെ. ഈ നമ്മുടെ ഭാരതദേശത്തിന്റെ മാത്രം ചില പ്രത്യേകതകളുണ്ട്. മറ്റ് ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇതിന്റെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിലുള്ള ആചാരങ്ങളും ഇത്രയധികം ഭാഷാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന, ആചാരങ്ങൾ നിലനിൽക്കുന്ന, അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന മറ്റൊരു ദേശം ഉണ്ടായിരിക്കില്ല. ഏത് ദേശത്തിന് എടുത്ത് നോക്കിയാലും യുണീക്കായിട്ട് അവിടെ ഒരു ഭാഷ ഉണ്ടായിരിക്കും, ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും, ഒരു രീതികൾ ഉണ്ടായിരിക്കും, ഒരു സംസ്കാരം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെയോ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പോലെ തന്നെ അനേകം ഭാഷകൾ, അനേകം വേഷങ്ങൾ, അനേകം സംസ്കാരങ്ങൾ എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ഈ ഒരു ഭാരതം എന്ന് പറയുന്നത് അല്ലേ. ഈ ഭാരതീയരെ എല്ലാവരെയും ഏകോപിപ്പിച്ച് നിർത്താനായിട്ട് അനേകം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആചാര്യനാണ് ഈ ആചാര്യ ഗുരു, അതായത് ശങ്കരാചാര്യര്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ അനുസ്മരിക്കാമെന്ന് വിചാരിക്കണത്. ആര്യാമ്പ അന്തർജനത്തിനും ശിവഗുരു എന്ന അദ്ദേഹത്തിനും കൂടി ഉണ്ടായതാണ് ഈ ശങ്കരൻ എന്ന ആദിശങ്കരൻ. ആ ദമ്പതിമാർക്ക് അനേകം വർഷം കുട്ടികളില്ലാതെ അവരെ മഹാദേവനെ ഉപാസിച്ചിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു പുത്രൻ ജനിക്കാൻ ഇടയായത്. ഏതൊരമ്മയെ പോലെ ഈ ആര്യാമ്പ എന്ന അമ്മയും ഒരുപാട് മകനോട് അറ്റാച്ച്മെന്റ് ഉള്ള അമ്മയായിരുന്നു. ഒരുപാട് സ്നേഹവാത്സല്യങ്ങളുള്ള അമ്മയായിരുന്നു. ആ അമ്മയ്ക്ക് തൻ്റെ മകൻ വളർന്നു വരുന്ന ഓരോ ഘട്ടവും കാണാൻ വളരെ കൗതുകമായിരുന്നു. ആത്മീയമായ അറിവ് നേടാനായിരുന്നു ശങ്കരന് ഏറ്റവും ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വേദവും വേദാന്തങ്ങളും എല്ലാം പഠിക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാണിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് സന്യാസത്തിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി. അമ്മയുടെ സമ്മതം കിട്ടാണ്ട് സന്യാസത്തിന് പോവാനും സാധിക്കില്ല. സാധാരണ അമ്മമാരെ പോലെ ഒരു കുഞ്ഞ് ജനിച്ച് അവൻ വളർന്നു വരുന്നത് കണ്ടാൽ ഏതൊരമ്മയ്ക്കും അടുത്ത ഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കും. ഇവൻ പഠിച്ച് ഒരു നിലയിലെത്തി നല്ലൊരു ജോലി കിട്ടുന്നതായിട്ട് ആദ്യം സങ്കല്പിക്കും. അതിനുശേഷം വളരെ സുന്ദരിയായ സുശീലയായ ഒരു കന്യക അവന്റെ ജീവിതത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ അമ്മമാരുടെയും ഒരു കാര്യം പറഞ്ഞാൽ. ഇതേമാതിരി തന്നെയായിരുന്നു ശങ്കരാചാര്യരുടെ അമ്മയും ചിന്തിച്ചിരുന്നത്. അപ്പൊ ആ അമ്മയോട് പോയിട്ട് എനിക്ക് സന്യാസി ആവണം അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അദ്ദേഹത്തിന് എന്നെ അറിയായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഒരിക്കൽ നദിയിൽ, പെരിയാറിൽ കുളിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുതല പിടിത്തം ഇടുന്നത്. ഇങ്ങനെ മുതല പിടിച്ച് ശങ്കരൻ ഇങ്ങനെ വെള്ളത്തിലേക്ക് താന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അമ്മേ എന്നെ സന്യാസത്തിന് പറഞ്ഞേക്കാം എന്ന് സമ്മതിക്കൂ, അങ്ങനെയെങ്കിൽ ഈ മുതല എൻ്റെ കാലിൽ നിന്ന് പിടിവിടും എന്ന് പറഞ്ഞു. ഏതൊരമ്മയും പോലെ മകന്റെ ജീവനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അമ്മ പറഞ്ഞു അങ്ങനെ ആവട്ടെ എന്ന്.
അത് പറഞ്ഞതും മുതലേ കാണാതായി എന്നൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത്ഭുതങ്ങൾ നിറഞ്ഞ ശങ്കരന്റെ ജീവിതത്തിലേക്ക് സന്യാസം എന്ന ആ ഒരു ഘട്ടം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആ സമയത്ത് ആ അമ്മയോട് ഒരു വാക്ക് കൊടുത്തിട്ടാണ് അത്രേ ശങ്കരാചാര്യര് ഇല്ലത്ത് നിന്ന് ഇറങ്ങണത്. അമ്മ എപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് ശങ്കരാ എന്ന് നീട്ടി വിളിച്ചാൽ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നായിരുന്നു അത്രേ വാക്ക് കൊടുത്തത്. അതേമാതിരിയൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ. എന്തായാലും ഈ ആചാര്യസ്വാമികള് ഈ സന്യാസത്തിന്റെ സമയത്ത് ബാലസന്യാസി ആയിരിക്കുന്ന സമയത്ത് ഭിക്ഷാടനത്തിന് ഇറങ്ങിയ സമയത്ത് ഒരു ഇല്ലത്ത് പോയി. വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു ആ ഇല്ലം കഴിഞ്ഞുകൂടിയിരുന്നത്. ആ ഇല്ലത്ത് ഒരമ്മയാണ് ഉണ്ടായിരുന്നത്. ആ അമ്മയുടെ മുമ്പിൽ ആ ഭിക്ഷ യാചിച്ച് ചെന്ന് ശങ്കരാചാര്യരെ മടക്കി അയക്കാൻ ആ അമ്മയ്ക്ക് കഴിയില്ലായിരുന്നു. പക്ഷെ ഒന്നും കൊടുക്കാനുമില്ല. ആ അമ്മ ഇല്ലത്ത് അടുക്കളയിൽ പോയി കുറേ തപ്പി 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 അവസാനം ഒരു നെല്ലിക്കയാണ് ആ അമ്മയുടെ കയ്യിൽ കിട്ടിയത്. ആ അമ്മ ഇത് സ്വീകരിക്കണം, ഇതേ ഉള്ളൂ അമ്മയുടെ കയ്യിൽ തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാലസന്യാസിയായിട്ടുള്ള ഇദ്ദേഹത്തിന് സമർപ്പിച്ചു. ഈ ശങ്കരാചാര്യർക്ക് എല്ലാ തരത്തിലുള്ള ജ്ഞാനവും ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ അമ്മയുടെ മനസ്സ് വളരെ നല്ലതാണ്. ഈ അമ്മയ്ക്ക് ഈ എന്ത് കയ്യിലുണ്ടെങ്കിലും ദാനം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന്. നമ്മളിൽ ചിലരൊക്കെ കാണിക്കാറില്ലേ, ഏതെങ്കിലും ഭിക്ഷയ്ക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല കേട്ടോ, പോയിക്കോളൂ, ശനിയാഴ്ച വന്നോളൂ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വാതിലും മുഖത്തേക്ക് അടയ്ക്കുന്നത്. ഇത് അതുപോലെയൊന്നും അല്ല കേട്ടോ, ശരിക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലായപ്പോൾ ശങ്കരാചാര്യര് അവിടെ നിന്നുകൊണ്ട് മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് കനകധാരാസ്തവം രചിച്ചു എന്നാണ് പറയാറുള്ളത്. കനകധാരാസ്തവം കൊണ്ട് അമ്മയെ മഹാലക്ഷ്മിയെ സ്തുതിച്ച ശങ്കരന്റെ മുമ്പിലേക്ക് ആ ഇല്ലത്തേക്ക് സ്വർണ്ണ നെല്ലിക്കയുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണത്രേ ഇന്നത്തെ സ്വർണ്ണത്തുമന ഉണ്ടായത്. ഈ സ്വർണ്ണത്തുമനയിൽ വെച്ച് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കരാചാര്യര് ഇതേമാതിരി ഈ കനകധാരാസ്തവം കൊണ്ട് മഹാലക്ഷ്മിയെ സ്തുതിച്ചതിൻ്റെ ഫലമായിട്ടാണ് സ്വർണ്ണ നെല്ലിക്ക മഴയായി പെയ്തത്. അതിനുശേഷം ദാരിദ്ര്യ ദുഃഖം അകന്നത് എന്നൊരു കഥയുണ്ട്. അംഗം ഹരേ ഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരവാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ എന്ന് തുടങ്ങുന്ന ഈ കനകധാരാസ്തവം ചൊല്ലുന്നത് ഇന്നും മഹാലക്ഷ്മി പ്രീതിക്കായിട്ട് ഭക്തര് അനുഷ്ഠിച്ചു വരാറുണ്ട്. അതിലൂടെ ധനസമ്പാദനത്തിനായിട്ട് മഹാലക്ഷ്മിയോട് അപേക്ഷിക്കാറുണ്ട് കേട്ടോ. അമ്മയ്ക്കാണെങ്കിലോ അന്ന് ശങ്കരാചാര്യര് ആ ചൊല്ലിക്കൊടുത്ത ശ്ലോകമാണ് ഓർമ്മ വരിക. അമ്മ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നന്നായിട്ട് അനുഗ്രഹിക്കാറുണ്ട് എന്നാണ് കേട്ടിരിക്കണേ. എന്തായാലും ഇനി അടുത്തതായിട്ട് ശങ്കരാചാര്യരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്ന കഥയുണ്ടല്ലോ, അത് അനേകം തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടി അനുസ്മരിക്കാണ്ട് എങ്ങനെയാ പോവുക. ഈ ശങ്കരാചാര്യർക്ക് ജ്ഞാനത്തിനോടൊപ്പം തന്നെ ഭക്തിയും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അനേകം തരത്തിലുള്ള സിദ്ധികൾ ഉണ്ടായിരുന്നു. എന്ത് സിദ്ധിയാണ് ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന് ആകാശമാർഗേണ സഞ്ചരിക്കാനുള്ള സിദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആകാശമാർഗേണ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണത്രേ. ആ സമയത്ത് അദ്ദേഹം മുകളിൽ നിന്ന് തന്നെ ഗുരുവായൂരപ്പനെ സ്തുതിക്കാൻ തുടങ്ങി. ഗുരുവായൂരപ്പനാണെങ്കിലോ ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന ഭാവത്തില് സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയ ശങ്കരാചാര്യർക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റണില്ല. എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റണില്ല. വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക എന്നൊക്കെ പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത് വെച്ചാൽ അദ്ദേഹം എന്താ പറയാ ജ്ഞാനിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്താ ഭഗവാൻ ഉദ്ദേശിക്കണേന്ന്. അദ്ദേഹം നേരെ താഴെ ഇറങ്ങി വന്ന ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ദീർഘദണ്ഡം നമസ്കരിച്ചു എന്നും ഇവിടെ കുറച്ചു കാലം കൂടിക്കൊണ്ട് ഇവിടുത്തെ ഈ ചിട്ടയും സമ്പ്രദായങ്ങളും പൂജകളും എല്ലാം ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമാണ് അത്രേ. അപ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ പൂജാ സമ്പ്രദായങ്ങൾ ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് അതേമാതിരി തന്നെയാണ് ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാ സംവിധാനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും കടികിട വ്യത്യാസമില്ലാതെ അദ്ദേഹം പറയുന്നതൊക്കെ അതേപോലെ തന്നെ നിർവഹിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇവിടെ ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഇത്രയധികം കാണപ്പെടുന്നത് എന്നുമാണ് ആചാര്യന്മാരെ എല്ലാവരും പറയാറുള്ളത്.
ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ആകാശമാർഗേണ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കവേ പറ്റാതെ താഴെ ഇറങ്ങി വന്ന ആ ശങ്കരാചാര്യയുടെ ഭാഗം ഉണ്ടല്ലോ, അത് ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണാം. എവിടെയാ കാണുക ചോദിച്ചാൽ വടക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ കാണാം. ആ പ്രതിമയുടെ ചുവടെയായിട്ട് അവിടെ ഒരു ചതുരാകൃതിയിൽ വരച്ചു വെച്ചിട്ടുണ്ടാവും പ്രദക്ഷിണ വരിയിൽ. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കിയാൽ ചതുരാകൃതിയിൽ അവിടെ ആകാശം കാണാൻ പാകത്തിന് ഒരു തുള ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഭാഗത്താണ് ശങ്കരാചാര്യരെ വന്നിറങ്ങിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നും ശിവേലിയുടെ സമയത്ത് കൂട്ടി എഴുന്നള്ളിക്കുന്ന സമയത്തൊക്കെ വാദ്യഘോഷങ്ങൾ ഒരു നിമിഷം അവിടെ എത്തിയാൽ നിർത്തും. ശങ്കരാചാര്യർക്കുള്ള ഒരു അനുസ്മരണമാണ്, അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനത്തിന്റെ സൂചനയായിട്ടാണത്രേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊട്ടൊക്കെ നിർത്തുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഭജഗോവിന്ദം എന്ന ആ ഒരു സ്തുതിഗീതം ഉണ്ടല്ലോ, അത് ശങ്കരാചാര്യര് രചിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് എം.എസ്. സുബ്ബലക്ഷ്മിയുടെ ആ ഒരു ശബ്ദമാധുര്യത്തില് പകൽ സമയത്ത് അല്ലെങ്കിൽ നേരത്തെ രാവിലെ സമയത്തൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് എന്തായാലും കിട്ടുക. ഇനി ആ അമ്മ വിളിച്ചാൽ ശങ്കരാചാര്യരെ ഓടിയെത്താം എന്നൊരു വാക്ക് കൊടുത്തിരുന്നില്ലേ, ഇങ്ങനെ ഈ അമ്മയുടെ ആര്യാമ്പാദേവിയുടെ അവസാന കാലമായ സമയത്ത് അമ്മയ്ക്ക് ശങ്കരാചാര്യരെ കാണണം, പുത്രനെ കാണണം എന്ന ആഗ്രഹത്തോടുകൂടി ശങ്കര എന്ന് മനസ്സിൽ വിചാരിച്ചതും അവിടെ എത്തി ഇത്രയും നമ്മുടെ ഈ ശങ്കരാചാര്യര്. എന്നിട്ട് അമ്മയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാനായിട്ട് ഭഗവാൻ ശ്രീ വിഷ്ണുവിനെ സ്തുതിച്ചു പാടിയിട്ടുള്ള സ്തോത്രമാണ് ഈ വിഷ്ണു ഭുജംഗ പ്രയാദം എന്ന് പറയുന്നത് കേട്ടോ. വിദംശം വിദം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരം ഓങ്കാരഗമ്യം എന്ന് തുടങ്ങുന്ന ആ വിഷ്ണു ഭുജംഗ പ്രയാദം എന്ന ആ ഒരു കീർത്തനം അമ്മയ്ക്ക് പേടിയാവണു ശങ്കര എന്ന് അത്രേ അമ്മ പറഞ്ഞത്. അതായത് മരണം അടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ അമ്മമാരുടെ ഉള്ളിലും ഒരു ഭയം നിറയും. അമ്മമാരുടെ എന്നല്ല, ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലൊരു ഭയം നിറയും. ഈ ഭയം അകറ്റാനായിട്ട് ശങ്കരാചാര്യര് നിർമ്മിച്ചതാണത്രേ വിഷ്ണു ഭുജംഗ പ്രയാദം എന്ന ആ സ്തുതിഗീതം. ഈ സ്തുതി കൊണ്ട് ഭഗവാനെ ഉറക്ക ചൊല്ലിക്കൊണ്ട് അമ്മയെ മടിയിൽ കിടത്തി അന്ത്യോപചാരം അർപ്പിക്കുന്ന ആ ശങ്കരാചാര്യരെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ ആ വായിൽ നിന്ന് അദ്ദേഹം ചൊല്ലുന്ന ആ ഒരു വിഷ്ണു ഭുജംഗ പ്രയാദം കേട്ടുകൊണ്ടാണത്രേ ആ അമ്മയുടെ അന്ത്യം ഉണ്ടായത് എന്നാണ് പറയാറുള്ളത്. അപ്പം എന്തായാലും അങ്ങനെയുള്ള ആചാര്യസ്വാമിയുടെ പാദത്തിൽ കൂടി നമസ്കരിച്ചാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ആചാര്യസ്വാമികൾക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കാം. ഞാൻ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നിങ്ങൾ മുൻപേ എപ്പോഴോ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ആട്ടോ ഇന്ന് വരുന്നത്. ഓക്കെ, ടാലി കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഒരു ഭക്ത ചോദിച്ചിരിക്കുന്നത്. വിദ്യാ വിപിൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ടാലി കൗണ്ടർ എന്താണ് എന്നുള്ളത്. നാമം ജപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ വസ്തു, അതിനെയാണ് ടാലി കൗണ്ടർ എന്ന് പറയുക. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനെയാണ് നമ്മൾ ടാലി കൗണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ടാലി കൗണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നാമം ജപിക്കുമ്പോൾ അതിൻ്റെ കൗണ്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ 2 ബട്ടനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നാമത്തെ ബട്ടൺ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്പേഴ്സ് ഇങ്ങനെ കൂടി വരിക. രണ്ടാമത് ഒരു ചെറിയ ബട്ടൺ ഉണ്ട്, അത് റീസെറ്റ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ 10,000 ജപിച്ച് വീണ്ടും ഒന്ന് തുടങ്ങണമെങ്കിൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ 99,999 വരെ നമുക്ക് എണ്ണം പിടിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിനെയാണ് ടാലി കൗണ്ടർ എന്ന് പറയുക. എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് എന്തിനാണ് നാമം ജപിക്കുമ്പോൾ എണ്ണണേ ചോദിച്ചാൽ എണ്ണേണ്ട ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമുക്ക് ഇത്രയും ജപിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കണത്. അടുത്തതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ജമുന എന്ന ഭക്ത ഗുരുവായൂരപ്പനെ ആരാ അവിടെ പ്രതിഷ്ഠിച്ചെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ കളിയാക്കി ചോദിച്ചതാണോ എന്ന് സംശയിച്ചിരുന്നു കേട്ടോ. പക്ഷെ അല്ല, അങ്ങനെ കളിയാക്കിയതല്ല. ഒരു ക്വസ്റ്റ്യനും ഞാൻ അങ്ങനെ കളിയാക്കി ചോദിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് അത് വിഷമമായിട്ടുണ്ടാവും, ക്ഷമിക്കൂ കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കളിയാക്കിയതാണോ എന്നുള്ള രീതിയിൽ എടുത്തത് കേട്ടോ. പക്ഷെ ജമുന അത് ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, ക്ഷമിക്കൂ, എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് കേട്ടോ. അടുത്തതായിട്ട് സുനിത മോഹൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വിളക്ക് കാലത്തും വൈകിട്ടും കഴുകിയാണോ കൊളുത്താറുള്ളത്?
2 നേരവും കഴുകണോ എന്നാണ് ചോദിക്കണേ. വിളക്ക് വൃത്തികേടാവാതിരിക്കണം എന്നേ ഉള്ളൂ. 2 നേരം കഴുകണം എന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ അവിടെ വിളക്ക് വെച്ച ഒരു ദിവസം മുഴുവനായിട്ടും കത്താൻ മാത്രം എണ്ണ അതിലൊഴിച്ച് തിരി ചെറുതായി ഇട്ടിട്ടാണ് ഞാൻ കത്തിക്കാറുള്ളത്. അപ്പോൾ രാവിലെ കത്തിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അതേപോലെ തന്നെ കത്തുന്നുണ്ടായിരിക്കും. പിന്നെ വിളക്ക് വൃത്തികേടാവാതിരിക്കണം, അതിൽ എണ്ണയും കരിയും ഒക്കെ പിടിച്ച് വൃത്തികേടാവാതിരിക്കണം എന്നുള്ള നിഷ്ഠ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ ഇന്ന നേരം വിളക്ക് കഴുകണം, ചൊവ്വാഴ്ച കഴുകാൻ പാടില്ല, ബുധനാഴ്ച കഴുകണം, ഇങ്ങനത്തെ നിയമങ്ങളൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ യൂട്യൂബേഴ്സ് കണ്ടുപിടിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്നത് വൃത്തികേടായ വിളക്ക് കൊളുത്താൻ പാടില്ല, അത് കഴുകിയിട്ട് തന്നെ വേണം കൊളുത്താൻ എന്നാണ്. അപ്പോൾ വിളക്കൊന്ന് നാശമായി കരി പിടിച്ചു എന്ന് തോന്നിയാൽ മാറ്റി. ഞാൻ 3 വിളക്കാണ് നിത്യേന ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിളക്ക് കുറച്ചൊന്ന് 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൽ കരി പിടിക്കും, അത് മാറ്റുന്നു, അടുത്ത വിളക്ക് കൊളുത്തുന്നു, അത് കഴുകി വെക്കുന്നു, അതിൻ്റെ അടുത്ത വിളക്ക് കൊളുത്തുന്നു. ഇങ്ങനെയാണ് ഞാൻ 3 വിളക്ക് ദിവസേന കത്തിക്കാൻ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് സവിത, എൻ്റെ വിഷമത്തിന് ഉത്തരം തരണേ. എൻ്റെ പേരൊന്നും പറയണം എന്നില്ല, പേര് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മകൻ അവൻ പഠിക്കണ ക്ലാസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരു മുസ്ലിം പെൺകുട്ടിയോ ആയിട്ട് അടുപ്പത്തിലാണ്. അവൻ്റെ കൂടെ ചോദിച്ചപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നാണ് പറഞ്ഞത്. അല്ലെന്ന് നന്നായിട്ട് എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലായി. ഇത് മാറാൻ ഞാൻ എന്താ ചെയ്യുക? ഒരമ്മയുടെ നെഞ്ച് പൊടിയുന്ന വേദനയാണ്. ഇതെന്തായാലും ഏത് ജാതി ഏത് മതം എന്നുള്ളതൊന്നുമല്ല, ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അല്ലേ. ജാതി മതമൊക്കെ വിടും. വിവാഹിതയായ ഒരു സ്ത്രീയോട് സ്വന്തം മകന് ഇഷ്ടം തോന്നുമ്പോൾ ഒരമ്മയ്ക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കൂ, ഗുരുവായൂരപ്പൻ ഒരിക്കലും കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കില്ല കേട്ടോ അമ്മയെ. അതുകൊണ്ട് അമ്മ രാധാകൃഷ്ണ അഷ്ടകം ചൊല്ലി നമസ്കരിക്കൂ, മകന് സദ്ബുദ്ധി തോന്നട്ടെ. ഇവിടെ ജാതിയും മതവും, ഞാൻ ജാതി പറഞ്ഞു എന്നൊന്നും പറയരുത്, ജാതിയും മതവും ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം, മൊറാലിറ്റിയാണ്. ഒരു തലമുറ തന്നെ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്, മൊറാലിറ്റിക്ക് ഒട്ടും പ്രാധാന്യം നൽകാത്ത ഒരു തലമുറ. അവർക്ക് മൊറാലിറ്റി ഇല്ല. അവർക്ക് എന്താ പറയുക, തന്നേക്കാൾ വയസ്സ് കൂടിയതായാലും കുഴപ്പമില്ല, തന്നേക്കാൾ എന്താ പറയുക വിവാഹം കഴിഞ്ഞതായാലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങളുള്ളവരായാലും കുഴപ്പമില്ല, അവർക്ക് എന്തായാലും കുഴപ്പമില്ല. അവർക്ക് ഇഷ്ടമാണ്, എന്ത് തരത്തിൽ ഇഷ്ടമാണ്, വെറും തോന്നലായിട്ടുള്ള ഇഷ്ടം, അതല്ലെങ്കിൽ വെറും ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഇഷ്ടം, അങ്ങനെയുള്ള ഒരു തലമുറ തന്നെ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ പാരൻസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ ചിന്തിക്കണത് അങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ് കുട്ടികൾ. ആ കുട്ടികളിൽ ആരുടെയൊക്കെയോ ഇൻഫ്ലുവൻസ് വരികയാണ്, വിദേശ രാജ്യങ്ങളിലെ ഇൻഫ്ലുവൻസ് വരികയാണ്. ലോകം മുഴുവൻ ഒറ്റ കുടക്കീഴിൽ എന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോണേലേ. പണ്ടൊക്കെ എനിക്ക് പറഞ്ഞു കേട്ട ഒരു ഓർമ്മയുണ്ട്, എൻ്റെ മുത്തശ്ശി അടക്കം അനേകം പെൺകുട്ടികളുള്ള ഒരമ്മ, അതിലൊരു പെൺകുട്ടിയെ എന്താ പറയുക, ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വിവാഹം ചെയ്ത് കൊടുത്തപ്പോൾ ഭ്രാന്തായി പോയിന്ന്. അതെന്താ വെച്ചാൽ എൻ്റെ കുട്ടിയെ ഇനി എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു ആദി പിടിച്ച് ആ അമ്മയുടെ ഉള്ളിൽ എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിലായി മാറിയെന്ന്. ഇപ്പൊ കണ്ണൂരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് രാവിലെ പോയി വൈകുന്നേരം വരാൻ പറ്റുന്ന അത്ര ദൂരം കുറഞ്ഞൊരു സ്ഥലമായി മാറിയില്ലേ. ഇതേമാതിരി ഇപ്പൊ ഏത് രാജ്യത്തേക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനും ഏത് രാജ്യത്തേക്ക് പഠിക്കാൻ പോവാനും ഒന്നിനും ആർക്കും ഒരു മടിയില്ലാതായി. എന്താ കാരണം? എല്ലാം വിരൽത്തുമ്പിലാണ് എന്നുള്ളത്. ഇത് പോസിറ്റീവായിട്ടുള്ള വശം. ഇതിന്റെ നെഗറ്റീവായിട്ടുള്ള വശമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനുകരണീയമല്ലാത്ത പല തരത്തിലുള്ള കൾച്ചറുകളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് കാണുന്ന തലമുറയിൽ ഇത്തരം ടെൻഡൻസികൾ വരുന്നത്. അപ്പോൾ ഒട്ടും ഭയപ്പെടേണ്ട, ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കൂ ആ മകൻ്റെ എല്ലാ കാര്യവും. രാധാകൃഷ്ണ അഷ്ടകം ചൊല്ലി നമസ്കരിക്കൂ. 65 മുതൽ 69 ദശകം വരെ നാരായണീയത്തിൽ ദിവസവും മുടങ്ങാതെ ചൊല്ലൂ. ഇത് കന്യകമാരുടെ ശ്രേയസ്സിന് മാത്രമല്ല, ആൺകുട്ടികളുടെ ശ്രേയസ്സിനും നല്ലതാണ്, സൽകീർത്തിക്കും നല്ലതാണ്. അവർക്കും ഒരു കളങ്കവും സംഭവിക്കാതെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരമ്മയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ സ്വീകരിക്കാതെ പോവില്ല കേട്ടോ. അടുത്തതായിട്ട് നാരായണീയം സപ്താഹമായിട്ട് വായിക്കുമ്പോൾ ഒരു ദിവസം 2 നേരമായിട്ട് വായിക്കാൻ പറ്റുമോ? ഒന്ന് മറുപടി പറയൂ എന്നാണ് പ്രിൻസി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും 2 നേരമായിട്ട് വായിക്കാം, 3 പ്രാവശ്യമായിട്ട് വായിക്കാം. നോക്കൂ, ഒരു ദശകം തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവണ്ട എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏത് സമയം വേണമെങ്കിലും വായിക്കാം. ഇതിനങ്ങനെ നേരം കാലം എന്നൊന്നുമില്ല, ശുദ്ധം നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും, നിങ്ങൾക്ക് രാത്രി 12 മണിക്കാണോ ചൊല്ലാൻ തോന്നുന്നത്, തീർച്ചയായിട്ടും ചൊല്ലാം. നമ്മുടെ ഉണ്ണികൃഷ്ണന്
എപ്പോൾ ചൊല്ലിയാലും അത് സ്വീകാര്യമാണ്. അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. രാവിലെ 5 ദശകം ചൊല്ലി വൈകിട്ടാണ് 7 ദശകം ചൊല്ലണേ വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ മുകേഷിൻ്റെ മെസ്സേജ് ആട്ടോ ഞാൻ വായിക്കാം. ഇത് വായിച്ചപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം മുകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോട്ടർ ഇട്ടതിൻ്റെ പേരിൽ വന്ന ഇഷ്യൂസും അടുത്തുള്ള ആള് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാ കൃഷ്ണാര്യമിത്രങ്ങളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് അദ്ദേഹം പറയുന്നത്, എൻ്റെ പൊന്നു ചേച്ചി ഇത്രയും പെട്ടെന്ന് എൻ്റെ ഗുരുവായൂരപ്പൻ വിളി കേൾക്കുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇന്നലെ ഗ്രൂപ്പിൽ എൻ്റെ സങ്കടം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായ ഒരാൾ, ഞാനാണെങ്കിൽ സൂയിസൈഡ് ചെയ്യണോ എന്ന് പോലും വിചാരിച്ചു. ഇന്ന് അയാൾ രാവിലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഷോപ്പ് ഒഴിയാണ്, എന്നെ കൊണ്ട് നടത്താൻ പറ്റില്ല, മുകേഷ് ഇതിനൊരു നിമിത്തമായി എന്നേ ഉള്ളൂ, മനസ്സിലൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞ് ഉദ്ഘാടനമാവാത്ത ആ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മാറ്റിക്കൊണ്ടുപോയി. ഞാൻ ബിസിനസ് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുന്നു എന്നും പറഞ്ഞു. മുകേഷിനോട് യാതൊരുവിധ ദേഷ്യവും ഇല്ല. മുകേഷിന് ആ നേരത്ത് മോട്ടോറിന്റെ സ്വിച്ച് ഇടാൻ തോന്നിയത് ഒരു നിമിത്തമായി എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല സവദേശി. നന്ദി എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ. ഒരു വീക്കായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിരുന്ന, ഞാൻ ഉള്ളുരുകി ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കാര്യം ഈ ഗ്രൂപ്പിലും പറഞ്ഞ് 18 മണിക്കൂറിലാവുമ്പോഴേക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല റിസൾട്ട് വന്നു എന്നാണ് മുകേഷ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൃഷ്ണാര്യമിത്രങ്ങൾ ഓരോരുത്തർക്കും അഭിമാന നിമിഷമാണ്. ഒപ്പം ഞാൻ ഒരുപാട് ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്ന ഒരു നിമിഷവുമായിരുന്നു അത്. കാരണം ഞാൻ മുകേഷിൻ്റെ ഈ ഒരു മെസ്സേജ് വായിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാൻ ഫെഡപ്പ് ആയിരിക്കുന്ന സമയമായിരുന്നു. ഗുരുവായൂരപ്പ എന്താ എൻ്റെ വിളി കേൾക്കാത്ത എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മെസ്സേജ് കാണാനിടയായത്. ഇത് കണ്ട ഉടനെ എനിക്ക് തോന്നിയത്, ആരാ പറഞ്ഞ് സവിതയെ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല എന്ന് ഗുരുവായൂരപ്പൻ നേരിട്ട് ചോദിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ കേൾക്കേണ്ടെന്നേ, നമ്മൾ പറയണ എല്ലാം ഉണ്ണികൃഷ്ണൻ കേൾക്കേണ്ട, വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ ആക്ഷൻ എടുക്കാൻ ഒട്ടും മടി കാണിക്കില്ല ഉണ്ണികൃഷ്ണൻ. ഞാൻ മുകേഷിനോട് ഇത് പറയുമ്പോൾ അത്രയും കോൺഫിഡൻസിലാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മുകേഷ് ഉണ്ണികൃഷ്ണന്റെ സ്വന്തം ആളാണ്, കയറി അങ്ങോട്ട് മുന്നിൽ നിൽക്കും, വട്ടം പിടിച്ച് നിൽക്കും, പോയി കേസ് കൊടുത്തോളൂ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് ഉണ്ണികൃഷ്ണൻ പറയും എന്ന് അത്ര കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിതാ ഞാൻ ഇവിടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ പോലെയായി. എനിക്ക് ഇതിൽ പരമൊരു സന്തോഷം ലഭിക്കാനില്ലായിരുന്നു എനിക്ക് ഈ മെസ്സേജ് വായിച്ച ദിവസം. അപ്പോൾ ഒരുപാട് സന്തോഷം മുകേഷ് ഇത് അറിയിച്ചതിലും. ഞങ്ങൾ ഓരോ കൃഷ്ണാര്യമിത്രങ്ങളുടെ പ്രാർത്ഥനയും ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് കാരണം എനിക്ക് ഇത്രയും ചോദ്യങ്ങളെ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. അടുത്ത ദിവസം കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരാം, കൂടുതൽ ഉത്തരങ്ങളായിട്ട് വരാം എന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.